നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് പല ഭാഗങ്ങളിലും നിന്ന് ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ ആഘോഷം, അത് മലയാളത്തിലെ മുൻനിര ചാനലുകൾക്കാണ്. കഴിഞ്ഞ 6-7 ദിവസങ്ങളിലായി ചില യൂട്യൂബർമാരെക്കാൾ തരം താഴ്ന്ന തരത്തിൽ ഗൃഹിണിപ്പിള്ളാർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെയാണ് ചാനൽ റിപ്പോർട്ടർമാർ. ഇനിയുള്ള ചിലർ ചാനലുകളിലെ അന്തിച്ചർച്ചകളിൽ വരുന്ന പൊതുപ്രവർത്തക, ഫെമിനിസ്റ്റ്, ചലച്ചിത്ര, രാഷ്ട്രീയ, പ്രതിപക്ഷ, നിരീക്ഷക, ഇടതുപക്ഷ, സഹയാത്രിക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. എന്തിനധികം പറയുന്നു, സാമ്പത്തിക വിദഗ്ധകൾ പോലുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ കഴുകന് ശവം കിട്ടിയതുപോലെയാണ് ഇവർക്കൊക്കെ ഈ വിഷയം വീണു കിട്ടിയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് ഏറ്റവും ഒടുവിലായി ലൈംഗികാരോപണം ഉയർത്തിയിരിക്കുന്നത് ബംഗാളി നടിയും ബംഗാളിലെ ഇടതുപക്ഷ വേദികളിലെ സജീവ സാന്നിധ്യവുമായ ശ്രീലേഖ മിത്ര. തൻ്റെ വളകളിൽ തൊട്ടെന്നും കൈകളിലും കഴുത്തിലും സ്പർശിച്ചെന്നുമുള്ള ആരോപണമാണ് ശ്രീലേഖ മിത്ര ഉയർത്തിയിരിക്കുന്നത്. അല്ലാതെ ശാരീരിക പീഡനം ഉണ്ടായിട്ടില്ല. രഞ്ജിത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഇരയാണ്. ഈ പീഡനവും ലൈംഗികാരോപണവും ഒക്കെ CPM-ൽ പതിവാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത്ഭുതമില്ല. പാർട്ടിക്കുള്ളിലെ എല്ലാ പീഡകരെയും എപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM-നുള്ളത്. ലൈംഗികാരോപണത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തായ P. ശശി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ലോകത്താദ്യമായി, ഒരുപക്ഷെ അവസാനമായും തീവ്രതയില്ലാത്ത ലൈംഗിക പീഡനം നടത്തിയ PK ശശി ഇന്ന് KTDC ചെയർമാനാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽപ്പെട്ടതിനു ശേഷമാണ് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായത്. ഇപ്പോഴദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. മുൻ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, കേരള ബാങ്കിന്റെ ചെയർമാനായ ഗോപി കോട്ടമുറിക്കൽ, വനം മന്ത്രി AK ശശീന്ദ്രൻ, കൊല്ലം MLA മുകേഷ്, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, ഇവരൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾക്ക് ഉടമകളായിട്ടുള്ളവരാണ്. എന്നാൽ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് എപ്പോഴും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഏറ്റവും പുതിയ ലൈംഗികാരോപണത്തിലെ കഥാപാത്രമായ രഞ്ജിത്തിന്റെ അവസ്ഥ. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ സ്വന്തം പാർട്ടിയിൽ പോലും ആരുമില്ല എന്നതാണ് അവസ്ഥ. സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പരിധിവരെ പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല. ആനി രാജയും AIYF-ഉം മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരായ ചലച്ചിത്ര പ്രവർത്തകർ പോലും രഞ്ജിത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നത് മാത്രമല്ല, രഞ്ജിത്ത് രാജിവെച്ചൊഴിയണമെന്ന് മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. എന്തായിരിക്കാം കാരണം? ഉറപ്പിച്ചു പറയാം, അത് രഞ്ജിത്തിന്റെ അഹങ്കാരം കൊണ്ടാണ്. എപ്പോഴും ഒരു ഫ്യൂഡൽ മാടമ്പിയുടെ മുഖഭാവവും ശരീരഭാഷയും പെരുമാറ്റവും സംസാര രീതിയുമായിരുന്നു രഞ്ജിത്തിന്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് കൂടെ നിൽക്കുന്നവർക്ക് പോലും വെറുക്കപ്പെട്ടവനായിരുന്നു. 2022 ഡിസംബറിൽ നടന്ന IFFK-യിൽ മമ്മൂട്ടി ചിത്രമായ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ റിസർവ് ചെയ്തവർക്ക് തിരക്ക് കാരണം സീറ്റ് കിട്ടാത്തതും റിസർവേഷൻ ആപ്പിലെ തകരാറും പ്രതിഷേധത്തിന് ഇടയാക്കി. സീറ്റ് കിട്ടാതെ പ്രതിഷേധിച്ചവർക്കെതിരെ കലാപത്തിന് പോലീസ് കേസെടുത്തു. സമാപന സമ്മേളനത്തിൽ രഞ്ജിത്ത് പ്രസംഗിക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്ന് കൂവലുണ്ടായി. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: കൂവി വിളിച്ച് അതിനെ വലുതാക്കണ്ട. വയനാട്ടിലെ എൻ്റെ വീട്ടിൽ വളർത്തുന്ന നാടൻ നായ്ക്കൾ എന്നെ കാണുമ്പോഴും കുരയ്ക്കും. വീടിൻ്റെ ഉടമസ്ഥൻ ഞാനാണെന്ന് അറിയാതെയാണിത്. ഈ അപശബ്ദങ്ങളെയും അങ്ങനെയേ കാണുന്നുള്ളൂ. നോക്കൂ, ഒരു സദസ്സിനെ മുഴുവൻ നായ്ക്കളോട് താരതമ്യം ചെയ്യുന്ന തരത്തിലാണ് രഞ്ജിത്ത് അന്ന് വായിലൂടെ വിസർജിച്ചത്. ചലച്ചിത്ര അക്കാദമി രഞ്ജിത്തിന്റെ കാരണവന്മാരുടെ വകയില്ല. അപ്പോൾ അതിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നയാൾക്ക് സാമാന്യ മര്യാദ പോലും പാലിക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. 2003-ലെ IFFK-യുമായി ബന്ധപ്പെട്ട സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരെയും അധിക്ഷേപകരമായ പരാമർശം നടത്തി രഞ്ജിത്ത്. ഇതിൽ പ്രതിഷേധിച്ച ഡോക്ടർ ബിജു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ബോർഡ് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു. നടൻ ഭീമൻ രഘുവിനെയും വെറുതെ വിട്ടില്ല രഞ്ജിത്ത്. ഭീമൻ രഘുവിന് മസിലുണ്ടെന്നേയുള്ളൂ, മണ്ടനാണ്, സിനിമയിൽ പണ്ടേ ഒരു കോമാളിയാണ്, ഞങ്ങൾ എത്രയോ കാലമായി കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പിണറായി വിജയന്റെ പ്രസംഗം നടക്കുമ്പോൾ ഭീമൻ രഘു എഴുന്നേറ്റു നിന്നു. ആ ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല എന്നതാണ് എനിക്ക് പിണറായിയോടുള്ള ബഹുമാനം. രഘു അവിടെ ഇരിക്കൂ എന്ന് പിണറായി പറഞ്ഞാൽ അവൻ ആളായി. അങ്ങനെ പുള്ളി ആരെയും ആളാക്കാറില്ല. ഈ ഒരു വിടുവായത്തത്തിലൂടെ ഭീമൻ രഘുവിനെ അങ്ങേയറ്റം അവഹേളിക്കുകയും പിണറായി വിജയനെ കിട്ടിയ തക്കത്തിന് പുകഴ്ത്തുകയും ചെയ്തു രഞ്ജിത്ത്. BJPക്ക് വേണ്ടി അധിക പ്രസംഗം നടത്തുന്ന സുരേഷ് ഗോപി ഒരുപാട് വിവരക്കേട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെയും അധിക്ഷേപിച്ചു രഞ്ജിത്ത് എന്ന മുൻ SFI-കാരനായ ഫ്യൂഡൽ മാടമ്പി. പലപ്പോഴും പഴയ SFI-കാരനെന്ന സ്വയം വിശേഷണം കൊണ്ടാണ് രഞ്ജിത്ത് രക്ഷപ്പെട്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി പുകഴ്ത്തിപ്പാടിയതിന്റെ കൂലിയായാണ് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം കിട്ടിയത്. ഫിലിം ഫെസ്റ്റിവലിന്റെ സംഘാടക പിഴവിൽ വേദിയിൽ നിന്ന് കൂകലുണ്ടായപ്പോൾ കൂകലൊന്നും പുത്തരിയല്ലെന്നും താൻ 1976-77 SFI-യിൽ തുടങ്ങിയതാണ് തന്റെ പ്രവർത്തനമെന്നുമൊക്കെ പറഞ്ഞാണ് രഞ്ജിത്ത് അതിനെ പ്രതിരോധിച്ചത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇടപെട്ടെന്ന ആരോപണം ഉണ്ടായപ്പോഴും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നു തന്നെ എതിർപ്പുണ്ടായപ്പോഴും സർക്കാർ രഞ്ജിത്തിനോടൊപ്പം നിന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് രഞ്ജിത്ത് പലർക്കും അനഭിമതനാണെന്ന്.
താൻ ആരോ ആണ്, തനിക്ക് മുകളിലെ മറ്റാരുമില്ല, എല്ലാവരും തൻ്റെ കാൽക്കീഴിലാണ് എന്നൊക്കെയുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് രഞ്ജിത്ത് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും കാണുന്നവർക്ക്. അഹങ്കാരവും തലക്കരവും താൻ പോരുമയും ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അത് രഞ്ജിത്തായാലും ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരായാലും. പിണറായി വിജയൻ കണ്ടുപഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് രഞ്ജിത്ത്. എന്തായാലും സർക്കാർ എത്ര പൊതിഞ്ഞു സംരക്ഷിച്ചാലും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി ഒരു കാര്യം കൂടി, രഞ്ജിത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാണെന്ന് കൂടി നമ്മൾ അറിയണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ മകനാണ് രഞ്ജിത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നതിന് ഒരു കാരണം കൂടിയായി. എങ്കിലും ഒരു സംശയം ബാക്കി നിൽക്കുന്നു. WCCയിലെ പ്രമുഖ അംഗവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം വാളെടുത്ത് ഉറഞ്ഞു തുള്ളുകയും ചെയ്ത നടി രേവതി ഇക്കാര്യത്തിൽ, അതായത് രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഇത്ര ഗുരുതരമായ ആരോപണം ഒരു നടി ഉയർത്തിയപ്പോൾ പോലും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ മടുത്തു കാണും. ഇങ്ങനെ മണിക്കൂറുകൾ തോറും ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയല്ലേ, ആർക്കായാലും മടുപ്പായി പോകും. എന്തായാലും ഇന്ന് പുലർച്ചെ കേരളം കേട്ട വാർത്ത രഞ്ജിത്തും സിദ്ദിഖും ഈ വിഷയത്തിൽ, അതായത് ലൈംഗികാരോപണ വിഷയത്തിൽ രാജിവെച്ചു എന്നുള്ളതാണ്.